പണ്ടൊരിക്കൽ നടന്ന കാര്യമാണ്. ഒരു ഗ്രാമത്തിൽ രമേശ് എന്നു പേരുള്ള ഒരു കർഷകനും കുടുംബവും താമസിച്ചിരുന്നു. അയാൾക്ക് 2 കുട്ടികളായിരുന്നു, ലീലയും കമലും. ഇത്തവണത്തെ മോശം കാലാവസ്ഥ കാരണം അയാളുടെ കൃഷിയെല്ലാം തന്നെ നശിച്ചു. മക്കളെ, നമുക്കിനി ഇവിടെ കഴിയാനാവില്ല. എന്ത് പറ്റിയച്ചാ? നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത എന്താ? മോളെ, ഞാൻ ജമീന്ദാറിൽ നിന്നും കടം വാങ്ങിയാ കൃഷി ചെയ്തത്. നമ്മുടെ കൃഷിയെല്ലാം നശിച്ചുപോയി. എന്റെ കയ്യിൽ ജമീന്ദാറിന് തിരിച്ചു കൊടുക്കാൻ കാശില്ല. പകരമായി ഈ വീട് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എവിടെ താമസിക്കും അച്ഛാ? ഇനി നമ്മൾ കാട്ടിലാ കഴിയുന്നത്. രമേശും ഭാര്യയും എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടും മക്കളെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. മക്കളെ, നമുക്ക് കാട്ടിൽ നല്ല സന്തോഷത്തോടെ കഴിയാം. അരുവികളിൽ നിന്ന് ശുദ്ധമായ ജലം കുടിക്കാം, നദിയിൽ കുളിക്കുകയും ചെയ്യാം, പിന്നെ മരത്തണലിലിരുന്ന് പക്ഷികളുടെ പാട്ടും കേൾക്കാം. രമേശിന്റെ കുടുംബം കാട്ടിലൊരു ചെറിയ കുടിലുണ്ടാക്കി താമസം തുടങ്ങി. ജീവിക്കാനായി മരം മുറിച്ചു വിറ്റു. ബാക്കിയുള്ള സമയം അവർ കാട്ടിൽ സന്തോഷത്തോടെ ഇരുന്നു. കാടിനടുത്ത് തന്നെയായി രാജാവിന്റെ കൊട്ടാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം ദൂരത്തോളം പടർന്നു കിടന്നിരുന്നു. ആ രാജാവിന് 2 മക്കളായിരുന്നു, രാജകുമാരി നീരജയും രാജകുമാരൻ വിഭുവും. എന്തൊരു കഷ്ടപ്പാടാ, എന്തൊരു ചൂടാ ഇവിടെ. നമ്മൾ കൊട്ടാരത്തിൽ ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് പ്രജകളെല്ലാം നമ്മളെക്കാൾ സന്തോഷവാന്മാരാണെന്ന്. അതിപ്പോ ചെയ്യാം, പിന്നെ ജോലിയൊന്നുമില്ലെങ്കിൽ പിന്നെ ബോറടിക്കില്ലേ? വാ, ഈ ബോറടി ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് കാട്ടിൽ പോയി വേട്ടയാടിയാലോ? നീരജയും വിഭുവും കാട്ടിൽ വേട്ടയ്ക്കായി പുറപ്പെട്ടു. അവർ അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടാനായി തീരുമാനിച്ചു. ദേ നോക്കൊരു മാൻ, വേഗം അമ്പ് തൊടുക്കൂ. വിഭു അമ്പ് എയ്തു. എങ്കിലും അതാ മാനിന്റെ ശരീരത്തിൽ എത്തുന്നതിന് മുൻപായി ആ അമ്പ് കമൽ കടന്നു പിടിച്ചു. ആരാ നിങ്ങൾ? ആദ്യം നീ ആരാണെന്ന് പറ. പിന്നെ എന്റെ അമ്പ് തടയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് കമൽന. നോക്കൂ, എനിക്ക് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല. എനിക്ക് ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് വലിയ ഇഷ്ടമാ. അതുകൊണ്ടാ നിങ്ങളുടെ അമ്പ് ഞാൻ തടഞ്ഞത്. എന്ത്? അപ്പോ നീ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാറില്ലെന്നാണോ? ഇല്ല, ഞാൻ സസ്യഭോജിയാ. അല്ല, നീ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടാറില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വന്നത്? നോക്കൂ, ഞാൻ കാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ വന്നതല്ല. എന്റെ കുടുംബം കഴിയുന്നത് തന്നെ ഈ കാട്ടിലാണ്. ഞാൻ രാജകുമാരൻ വിഭുവാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ശരി, അപ്പോ ഇതാരാ? ഇതെന്റെ സഹോദരി രാജകുമാരി നീരജ. ആണോ? എനിക്കും വീട്ടിലൊരു സഹോദരിയുണ്ട്. മിക്കവാറും ഇപ്പൊ തുണി കഴുകിയായിരിക്കും അവള്. രാജകുമാരനും കമലും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി. എന്നാൽ രാജകുമാരി നീരജ ഒരു പാവപ്പെട്ട അപരിചിതനായ ചെറുക്കൻ എന്ന മട്ടിലാണ് കുമാരി കണ്ടത്. അതുകൊണ്ട് വലിയ കാര്യമായി കൂട്ടുകൂടാനൊന്നും പോയില്ല. ആ കമൽ, എന്താ നീ നിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നില്ലേ? ഞങ്ങൾ ഇതുവരെ പാവപ്പെട്ട പ്രജകളുടെ വീട് കണ്ടിട്ടില്ല. തീർച്ചയായും കൂട്ടുകാരാ, ഞാൻ എന്റെ കുടിലിലേക്ക് നിങ്ങൾ എന്തായാലും കൊണ്ടുപോകാം. രാജകുമാരൻ വിഭുവും കുമാരി നീരജയും കമലിന്റെ കുടിൽ കാണാൻ ചെന്നു. ഇതാണ് എന്റെ സഹോദരി ലീല. കമൽ, നീ അച്ഛനെയും അമ്മയെ അറിയിക്കാതെ വിവാഹം കഴിച്ചിട്ട് നിന്റെ ഭാര്യയെയും ബന്ധുക്കളെയും കൂട്ടി വീട്ടിൽ വന്നിരിക്കാ? ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇത് രാജകുമാരൻ വിഭുവും രാജകുമാരി നീരജയുമാണ്. ഇവർ രണ്ടാളും നമ്മുടെ വീട് കാണാൻ വന്നതാ. ഓഹോ, അതായിരുന്നു കാര്യം. കുമാരനും കുമാരിയും എന്നോട് ക്ഷമിച്ചാലും അതിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തെറ്റിദ്ധാരണയല്ലേ. ഞങ്ങൾ ഈ കുടില് കാണാൻ വന്നതാ. മഴയത്ത് എവിടെ ചോർന്നൊലിക്കോ? ചോർന്നൊലിക്കാറുണ്ട്. ഞങ്ങൾക്കതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആ മഴയുടെ വെള്ളത്തിൽ തുള്ളിച്ചാടി കളിക്കും. അപ്പോ കൊടുങ്കാറ്റിലെങ്ങാനും നിങ്ങളുടെ കുടിൽ തകർന്നു പോയാലോ? അപ്പോ ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കി എങ്ങനെ കിടക്കും? അങ്ങനെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളോട് കിന്നാരം പറയും. രാജകുമാരനും രാജകുമാരിയും ഒരു കാര്യം ശ്രദ്ധിച്ചു. എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ വിഭു നീരജയോട് പറഞ്ഞു, പണമുണ്ടെന്ന് കരുതി സന്തോഷം ഉണ്ടാവണമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദരിദ്രനാവുന്നത് ദുഃഖിച്ചിരിക്കാനുള്ള ഗ്യാരണ്ടിയുമല്ല. എല്ലാം നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ശരിയാണ്, എല്ലാം കാഴ്ചപ്പാടിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ആ സമയത്ത് അവർക്കരികിലേക്ക് ഒരു സന്ദേശം എത്തിച്ചേർന്നു. ഇത് വായിച്ചാലും. നമ്മുടെ പിതാവ് കൃത്യം 1 മാസത്തിന് ശേഷം ഒരു വലിയ മഹോത്സവത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് രാജ്യങ്ങളിലെ രാജകുമാരിമാരും രാജകുമാരന്മാരും വരും. അച്ഛന്റെ ആഗ്രഹം നമ്മൾ ആ ഉത്സവത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കണമെന്നാണ്. ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനോ? അതൊക്കെ എങ്ങനെ ശരിയാവൂന്നാ പറയുന്നത്? നമ്മളൊരു സാധാരണക്കാരനായ തെറ്റായ ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിപ്പോ അച്ഛൻ എഴുത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. വിഭുവും നീരജയും ആകെ പരവശരായി. എങ്ങനെയാണ് ഒരാളെ തനിയെ തെരഞ്ഞെടുക്കുക എന്നോർത്തിട്ട്. എന്തെങ്കിലും കാര്യം കൊണ്ട് തെരഞ്ഞെടുക്കുന്നത് തെറ്റായ ആളെയാണെങ്കിൽ
വിഭുവും നീരജയും കാട്ടിലുള്ള തങ്ങളുടെ സുഹൃത്തുക്കളായ ലീലയുടെയും കമലിന്റെയും അടുത്തെത്തി അവരോട് സഹായം ചോദിച്ചു. ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്ത് മാനദണ്ഡപ്രകാരമാണ് ഞങ്ങൾ അവരെ തിരഞ്ഞെടുക്കുക എന്ന. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കഠിനമായ പരിസ്ഥിതികളിൽ സ്വന്തം ബുദ്ധി കൊണ്ട് നിങ്ങളെ സഹായിച്ചു കൂടെ നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാ. നീരജയും വിഭുവും തങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കി. ശരി, ഞങ്ങൾ ഇനി കഠിനമായ പരിസ്ഥിതികളിൽ ബുദ്ധി കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ കൂടെ നിർത്തിക്കൊള്ളാം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്വയംവര ഉത്സവത്തിന്റെ ദിവസമായി. അയൽ രാജ്യങ്ങളിൽ നിന്നും 7 രാജകുമാരന്മാരും 7 കുമാരിമാരും എത്തിയിരുന്നു. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്ന രാജകുമാരി കുമാരന്മാരെ, നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഉപവനത്തിലാണ്. 14 രഥങ്ങൾ നിങ്ങൾക്കായി തയ്യാറുണ്ട്. ഓരോ രഥത്തിലും നിങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഈ രഥങ്ങൾ നിങ്ങളെ ഉപവനത്തിലെ താമസ സൗകര്യത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേരെഴുതിയ രഥങ്ങളിൽ കയറിയിരുന്നാലും. ഓരോരുത്തരും അവനവന്റെ പേരെഴുതിയ രഥം കണ്ടെത്താൻ ശ്രമിച്ചു. അവിടെ വന്ന കുമാരിമാരിൽ നേഹ എന്ന് പേരുള്ള ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ കുമാരി അഹങ്കാരം നിറഞ്ഞവളായിരുന്നു. തന്റെ രഥം അന്വേഷിക്കുന്ന സമയത്ത് കുമാരിയുടെ കാൽ ചെളിയിൽ പുതഞ്ഞു. എന്റെ കാൽ ചെളിയിൽ പുതഞ്ഞു, ഇതിനുള്ള ശിക്ഷ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നേഹ ചെളി വാരിയെടുത്ത് മറ്റു രാജകുമാരന്മാരെയും കുമാരിമാരുടെയും മേലേക്ക് എറിയാൻ തുടങ്ങി. ഏയ്, ഇതെന്തേ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യരുത്. അതോടെ എല്ലാവരും തന്നെ പരസ്പരം ചെളി വാരി എറിഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അതിലൊരു കുമാരി മാത്രം ശാന്തമായി ഇതെല്ലാം നോക്കിക്കണ്ടു. നിങ്ങൾ എല്ലാവരും പരസ്പരം ചെളി വാരി എറിയുന്നത് ഒന്ന് നിർത്ത്, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ചാണകത്തിൽ മുക്കും. നിനക്കെന്നെ അറിയില്ല. ഞാൻ രാജകുമാരൻ രാഹുല. ഞാൻ ആഗ്രഹിച്ച നിന്റെ പിതാവിന്റെ രാജ്യത്ത് കയറി എല്ലാം തരിപ്പണമാക്കി കളയും. നിനക്ക് എന്നെയും അറിയില്ല. ഞാൻ രാജകുമാരി ഐശ്വര്യാണ്. എന്റെ രാജ്യത്തിലെ സൈനികർക്ക് നിന്റെ രാജ്യത്തിൽ കടക്കാനും കീഴടക്കാനും സാധിക്കും. 2 പേർക്കും വാശിയായി. വിഭുവും നീരജയും ഇതെല്ലാം കണ്ടുകൊണ്ടേയിരുന്നു. അല്ല, ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരിൽ ഒരാളെയും നമ്മുടെ ജീവിത പങ്കാളിയാക്കാൻ സാധിക്കില്ലല്ലോ. എനിക്കും അത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാ? പെട്ടെന്ന് അവിടേക്ക് ലീലയും കമലും എത്തിച്ചേർന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇവിടുത്തെ കാര്യം വളരെ മോശമാണ്. അല്ല, ഞങ്ങൾ ഇവിടെ ഉത്സവം കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാ ഇവിടെ ഈ വഴക്ക് നടക്കുന്നത് കണ്ടത്. പക്ഷെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാനും ലീലയും കൂടി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, രാജാവിന്റെ ഉത്തരവുണ്ട്. ആരാണോ ചെളിവാരിയെറിയൽ മത്സരത്തിൽ ഇന്ന് വിജയിയാവുന്നത് അയാളെ ഒരു പെൺപന്നിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കും. ഇതിൽ വിജയിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം പന്നിയോടൊപ്പം തന്നെ നടത്തുന്നതായിരിക്കും. എല്ലാവരും ഇനിയും വഴക്കുണ്ടാക്കിക്കോളൂ. ഉടനെ എല്ലാവരും ശാന്തരായി. നിങ്ങൾ 2 പേരുടെയും ബുദ്ധിയെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ഈ ബഹളം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. രാജകുമാരൻ വിഭുവിനും രാജകുമാരി നീരജയ്ക്കും ഒരു കാര്യം മനസ്സിലായി. കഠിനമായ ഒരു പരീക്ഷണം ഉണ്ടായപ്പോൾ അവരോടൊപ്പം നിന്നത് ലീലയും കമലുമാണെന്ന്. അതുകൊണ്ട് വിഭു ലീലയെയും നീരജ കമലിനെയും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ആ വിവാഹം ഗംഭീരമായി നടക്കുകയും ചെയ്തു.